ഫൗണ്ടേഷൻ ഈ ജീവകാരുണ്യ സദസ്സിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയപ്പെട്ട അഹമ്മദ് ഖാൻ, മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട വഹാബ് ഖാൻ, വേദിയിലുള്ള ഞാവാജി അടക്കമുള്ള KBVSന്റെ നേതാക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അടക്കമുള്ള ജില്ലാതല നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം ഒരുപാട് വൈകി. ഇവിടെ അഹമ്മദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ നേരത്തെ തന്നെ നിലമ്പൂരിലെത്തിയിരുന്നു. ഇടക്കരയിലെ പരിപാടി കുറച്ച് വൈകിപ്പോയി. അതുമായി ബന്ധപ്പെട്ടാണ് വൈകിയത് എന്ന് അദ്ദേഹം അറിയിച്ചു. എന്തായാലും ഇടക്കരയിലെ പരിപാടി വൈകിയതിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ജനപ്രതിനിധി എന്ന നിലക്ക് ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമയോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം, ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ ഇരിക്കണ എടക്കര സുലൈമാനാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്വം എനിക്കാണ്, ഒറ്റക്കല്ല. അപ്പൊ അതാണ് സംഭവിച്ചത്. അവിടെയും ഇതേപോലെ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. സ്വാഭാവികമായിട്ട് അതൊന്നും വിട്ടെറിഞ്ഞ് ഓടിപ്പോരാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായിരുന്നാലും ഇവിടെ വിശദീകരിക്കപ്പെട്ട സംഗതി ഈ നാടിനൊരു ആശ്വാസമാകുകയാണ്. ഡയാലിസിസ് രോഗികളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും എണ്ണിയാൽ തീരാത്ത രോഗികൾ ഈ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വ്യാപാരി വ്യവസായി യൂണിറ്റ് കേരളത്തിൽ ആദ്യമായി തുടങ്ങുന്നത് എന്ന് കുഞ്ഞാവോജി പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു നിലമ്പൂരിൽ 2019 CHSയിൽ കേരളത്തിൽ ആദ്യമായി ഡയാലിസിസ് തുടങ്ങാൻ പെർമിഷൻ കിട്ടിയത് നമുക്ക് ചുങ്കത്തറ CHSയിലായിരുന്നു. സർക്കാരിന് ഒരു ചെലവില്ലാതെ 9 മെഷീനുകൾ പലരായി, പ്രത്യേകിച്ചും പ്രവാസികൾ, വ്യാപാരി വ്യവസായികൾ, വ്യക്തിപരമായി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും ഒരു മെഷീൻ സംഭാവന ചെയ്ത് 9 മെഷീനുമായി CHSയിൽ ആരംഭിച്ച ഡയാലിസിസ് സെന്റർ. അത് കഴിഞ്ഞ് 2020 വീണ്ടും MLA ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് നൽകി വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഏകദേശം 21ഓളം മെഷീനുകൾ അവിടെ പ്രവർത്തിക്കുകയാണ്. 3 ഷിഫ്റ്റാണ്. ഇപ്പൊ 4ാമതൊരു ഷിഫ്റ്റ് കൂടി നടത്താൻ എന്ത് മാർഗം എന്ന ആലോചനയിലാണ്. അതിന് ആളുകളെടുത്തുനിന്ന് അതിനുള്ള സഹായങ്ങൾ തേടി എല്ലാ വർഷവും നടക്കുന്ന പിരിവ്, ആ പിരിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ടും ഈ പറയുന്ന ചെറിയ ഫീസ് അവിടെ കൊടുക്കാനും കഴിയുന്നിടത്ത് വാങ്ങിയിട്ട് മുന്നോട്ട് പോകും. ഇവിടെ അഹമ്മദ് ഖാൻ സൂചിപ്പിച്ചതും വഹാബ് ഖാൻ സൂചിപ്പിച്ചതും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുഞ്ഞാക്കയും മജീദൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ ആഗ്രഹത്തിലും ആവേശത്തിലും ആണ് ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിന് ശക്തമായ ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി ഇല്ലെങ്കിൽ ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പ്രയാസപ്പെടും. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും അസിസ്റ്റൻസും ഒക്കെ ഉണ്ടായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം എത്രയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തി കൃത്യമായ ഒരു ഫണ്ട് സ്വരൂപണം ഇതിന് നടത്തേണ്ടതുണ്ട്. 8 മെഷീൻ ഉണ്ടെങ്കിൽ 10 മെഷീൻ ആകും, ചിലപ്പോൾ അത് 15 ആകും. 1000 മെഷീൻ ഇട്ടാലും ഈ നാട്ടിലെ രോഗികളെ ഡയാലിസിസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ക്യൂ ആണ്. ഇപ്പൊ നിലമ്പൂരിൽ ഏകദേശം 100 ചില്ലാനം രോഗികൾ ക്യൂ ആണ്. അത്ര തന്നെയാണ് എടക്കരയിലും ക്യൂ. ഒരാള് ഡയാലിസിസിലേക്ക് പുതുതായിട്ട് ചേർക്കണമെങ്കിൽ ഒന്നുകിൽ ആ ഡയാലിസിസ് ചെയ്യുന്ന ആള് മരിക്കണം, അല്ലെങ്കിൽ അയാൾ കിഡ്നി മാറ്റാൻ പോകണം. ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പം ആ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണ വിധേയമല്ല ഇത്. ഇവിടെ ഈ പറയപ്പെട്ട ബോധവൽക്കരണത്തിന്റെ കുറവ് വളരെ വലുതാണ്. എല്ലാ പിന്തുണയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി ഉണ്ടാക്കണം. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകും.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ നമ്മുടെ വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. അതിന് തൊട്ടു മുന്നേ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായ